ഒരുമിച്ച് പ്രാർത്ഥിക്കുക. എല്ലാ കണ്ണുകളും അടയട്ടെ. ചില മിനിറ്റുകൾ എല്ലാവരും ചേർന്നൊന്ന് പ്രാർത്ഥിച്ചാട്ട്. റീബാന ഹത്തനാര ബലഘടകലാദിയാന്തന ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാട്ട്. പ്രാർത്ഥനയുടെ ശബ്ദം ഇവിടെ ഉയരട്ടെ. റീബാഹത്തനഗസ്യാൽമനം ശബരബലഘടകലാദനാസിയാന്തനരബലഘടകലാദിനിയം ശുഭാരബലഘടകലാദിയാന്തനരബലഘടകാസിയാന്തനരബ ശബരബലഘടകദിനിയാന്തനരബലഘടകയാം സര. അന്യഭാഷകളിൽ തന്നെ പ്രാർത്ഥിച്ചേ. കമോൺ, സ്പീക്ക് ഇൻ ടങ്സ്. അന്യഭാഷ സംസാരിക്കുന്നവൻ അവൻ മനുഷ്യനോടല്ല, അവൻ ദൈവത്തോടത്ര സംസാരിക്കുന്നത്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ശക്തമായി ഇതിൻ്റെ നടുവിൽ വെളിപ്പെടുകയാണ്. എല്ലാം മറന്നേ നിങ്ങളെ ഭാരപ്പെടുത്തുന്ന എല്ലാം ഒന്ന് മറന്നേ. സ്തോത്രം. കർത്താവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയാട്ട്. ഈ വൈകുന്നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അസാധാരണമായ ചില ദൈവ സാന്നിധ്യം ചിലരെ തൊടുകയാ. ചില ചോദിച്ച് നിങ്ങളുടെ നടുവിൽ പരിശുദ്ധാത്മാവ് അതിന് മറുപടി അയക്കുകയാണ്. ഇവിടെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ സ്തോത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അത് ചെയ്യുകയാണ്. കമോൺ. അടുത്തിരിക്കുന്നവരെ ശ്രദ്ധിക്കണ്ട, അടുത്തിരിക്കുന്നവരെ നോക്കണ്ട. ഇന്ന് രാത്രിയിൽ ഈ വൈകിയ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ചിലരെ സ്പർശിക്കുകയാണ്. ചില രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറുകയാണ് തുടക്കത്തിൽ തന്നെ. കമോൺ. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി. വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ച പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ഈ വൈകിയ സമയത്ത് കർത്താവെ ഞങ്ങളുടെ നടുവിൽ വെളിപ്പെട്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവേ, നീ വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവേ സ്തോത്രം, നിന്റെ നാമം മാത്രം ഇവിടെ മഹത്വപ്പെടണം. യേശുവിന്റെ നാമം മാത്രം ഇവിടെ മഹത്വപ്പെടണം. യേശുവിന്റെ നാമം മാത്രം ഇവിടെ മഹത്വപ്പെടണം. യേശുവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ പിശാചിന്റെ അത് സ്തോത്രം കോട്ടകൾ വിറയ്ക്കുവാൻ തുടങ്ങുമല്ലോ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഇനി വൈകിയ സമയത്ത് സഭ ഒരുമിച്ച് സകല നാമത്തിനും മേലായ നാമമായ യേശുവിന്റെ നാമത്തെ ഞങ്ങൾ ഒരുമിച്ച് ഉയർത്തുകയാണ്. ആ നാമത്തിങ്കൽ സകല മുട്ടുകളും മടങ്ങും, സകല നാമം ഏറ്റു പറയും യേശു കർത്താവെന്ന്. പരിശുദ്ധാത്മാവേ, നീ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുക. അതേ സ്തോത്രം. ഹല്ലേലൂയ. ഒരു വ്യക്തിയും കർത്താവോട് ഉയർത്തപ്പെടുവാൻ പാടില്ല. അങ്ങയുടെ നാമം മാത്രം മഹത്വപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വളരെ സന്തോഷമുണ്ട് ഇന്ന് വൈകിയ സമയത്ത് ഇവിടെ ആയിരിക്കാൻ കർത്താവ് ഒരുക്കിയ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. എനിക്ക് ഭയങ്കര സന്തോഷമായി ന്യൂ കാസിൽ വരുമ്പോൾ പ്രിയ പ്രിൻസ് ബ്രദർ ചില കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തു. എന്നാൽ ഞാൻ പറയട്ടെ, കുറച്ചുകൂടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. കാരണം ഒരുപാട് പ്രാർത്ഥനയുടെ റിസൾട്ടാണ് ഇന്ന് ഇവിടെ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർക്കുന്നു, വർഷങ്ങൾക്ക് മുമ്പേ മോളൊക്കെ കുഞ്ഞായിരുന്നപ്പം കുഞ്ഞിനെയൊക്കെ എടുത്ത് മോനെയൊക്കെ കൈ പിടിച്ച് മൈക്കും പിടിച്ച് ബോക്സും എടുത്ത് എല്ലാം അവരുടെ വീട്ടിലായിരുന്നു അതെല്ലാം സ്റ്റോർ ചെയ്തുകൊണ്ടിരുന്നത്. അതെല്ലാം എടുത്ത് വണ്ടിക്കകത്ത് കയറ്റി കുഞ്ഞുങ്ങളെ കയറ്റി ബെൽറ്റ് ഇട്ട് എല്ലാവർക്കും കുക്ക് ചെയ്ത് കൊടുത്ത് ഫുഡും കൊണ്ടുപോയി. ഞാൻ തിരിച്ചു പോകുമ്പോൾ എനിക്ക് ഫുഡും തന്നു വിട്ട് റൈസലോട് ഒരുപാട് പ്രിയ സ്റ്റീഫൻ ആൻഡ് ഫാമിലി ഒരുപാട് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഞാനിവിടെ ഇരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ പെട്ടെന്ന് ഓർപ്പിച്ച ഒരു ഭാഗമാണ് ഉൽപ്പത്തി 8:1. ദൈവം നമ്മെ ഓർത്തു എന്ന് വെച്ചാൽ നോഹയും കുടുംബത്തെയും ദൈവം ഓർക്കുവാനിടയിൽ തീർന്നു. അത് വായിച്ചു മോളെ. സ്തോത്രം. സകലരെയും കർത്താവ് ഓർത്തു. അന്ന് പ്രാർത്ഥിച്ചതിൻ്റെ മറുപടി ഇന്ന് കണ്ടു. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുന്നതിൻ്റെ മറുപടി നാളെ കാണും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? പ്രതികരിച്ച് തുടങ്ങിക്കോണം. നിങ്ങൾ ആരും കാഴ്ചക്കാരായിട്ട് ഇരിക്കുക വേണ്ട. ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുകയാണ്. ഞാനും വന്നത് ചിലത് പ്രാപിച്ചതിൻ്റെ മോൻ തന്നെയാണ്. പ്രൈസ് ഗോഡ്. അന്ന് അവർ പ്രാർത്ഥിച്ചതിൻ്റെ മറുപടി ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നാളെ നിങ്ങൾ കാണും. കമോൺ, വിശ്വസിക്കുന്നുണ്ടോ? പ്രൈസ് ഗോഡ്. ആ കുടുംബം വിതച്ചത് ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയട്ടെ മക്കളെ, ന്യൂ കാസിലിൽ 2 പേരും 3 പേരിലൊക്കെ ആയ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പൂട്ടിക്കെട്ടേണ്ട സമയങ്ങളൊക്കെ വന്നായിരുന്നു. പക്ഷെ അവിടെ ഒന്നും അവർ വിട്ടുകൊടുക്കാതെ അതേ സ്തോത്രം ദൈവ ശബ്ദത്തിന് വേണ്ടി നിന്നതുകൊണ്ട് ദൈവം അതിനെ മാനിക്കുവാനിടയിൽ തീർന്നു.
Praise the Lord. അതെ സ്തോത്രം, പാസ്റ്റേഴ്സ് ആകുന്ന ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല ഇവിടെ. സ്തോത്രം, ഞങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് അവിടെ ഒരു ചേർച്ച് ഉണ്ട്, അത് ഇട്ടിട്ടാണെങ്കിൽ പോലും ഞാൻ ഇടയ്ക്ക് വരുമ്പോൾ തന്നെ ഇവിടെ ഒരു കുടുംബം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അതേ സ്തോത്രം അത് നിലനിൽക്കുവാൻ ഇടയിൽ തീർന്നത്. ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഒരുമിച്ച് നിങ്ങൾ ദൈവസ്ഥാനത്തിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ, നിങ്ങളൊരു കാര്യം മറക്കരുത്. ഇന്ന് ഇടുന്ന വിത്ത് നാളെ അത് ഫലമായി മാറും. ഇന്ന് നിങ്ങൾ ഇടുന്ന സീഡ് ആർക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷേ സ്പ്രൗട്ട് ഔട്ടായി അത് പുറത്തു വരുന്ന ഒരു ദിവസമുണ്ടെന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഈ രാത്രിയിൽ പ്രാർത്ഥന കുറയ്ക്കരുത്, ഈ രാത്രിയിൽ സ്തോത്രം കുറയ്ക്കരുത്, ഈ രാത്രിയിൽ വിശ്വാസം കുറയ്ക്കരുത്. നിങ്ങൾ പോകുന്ന വഴികൾ ഒക്കെയും ഈ യേശുവിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു തുടങ്ങണം. ആ യേശുവിന്റെ സാന്നിധ്യം അതേ സ്തോത്രം അതെ പിടിക്കുവാനായിട്ട് ഇടയെ തീരും. സ്തോത്രം, ഹല്ലേലൂയ. ആ പ്രിയ കുടുംബത്തിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. കർത്താവ് ദാസനായി സ്തോത്രം ചെയ്ത് എനിക്ക് തന്ന ഈ നല്ല അതെ സ്തോത്രം അവസരത്തിനായി കർത്താവിന് നന്ദി പറയുക. ഷെഫീൽഡ് ചേർച്ച് എല്ലാവരും നിങ്ങളെ തിരക്കിയതായിട്ട് പറയുന്നു. സ്തോത്രം, എൻ്റെ വൈഫും കുഞ്ഞുങ്ങൾക്കും വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നാൽ കമ്മിറ്റ്മെന്റ് കാരണം അവർക്ക് വരാൻ പറ്റത്തില്ല. ഇന്ന് അവിടെ ചേർച്ച് മീറ്റിങ്ങും വേറെ കുറച്ച് ഒന്ന് ഈവനിങ്ങിൽ കുറച്ച് 1-2 മീറ്റിംഗ്സ് ഉള്ളത് കൊണ്ട് പുള്ളിക്കാർക്ക് വരാൻ പറ്റത്തില്ല. സ്തോത്രം, നിങ്ങൾ തുടർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. നമുക്ക് പെട്ടെന്ന് എഫേസ്യർ 3-ാം അധ്യായം അതേ സ്തോത്രം അതിൻ്റെ 20-21 വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. Yes, book of Ephesians chapter 3 verses 20 and 21. സ്തോത്രം, ആമേൻ. എന്നാൽ നാം ചോദിച്ചതിലും, നമ്മൾ ഒരുമിച്ച് അതിന് പ്രസംഗിക്കാൻ വന്നത്, എന്നാൽ നാം ചോദിച്ചതിലും നനച്ചതിലും അത്യുന്നതപരമായി. ഈ വൈകുന്നേരം നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ചോദിച്ചതുപോലാണോ കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചത്? ആണോ? നിങ്ങൾ ചോദിച്ചതിനൊക്കെയും അപ്പുറമായിട്ടാണ് കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചത്. കർത്താവിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡല്ല കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, അത് സ്തോത്രം അതിൻ്റെ 2-ാമത്തെ ഭാഗം ഒന്നുകൂടെ വായിച്ചേ. സ്തോത്രം, ചോദിച്ചു നിനച്ചിലും അത്യുന്നതപരമായി ശക്തിയാലും സഭയിലും ക്രിസ്തുവേശുവിലും എന്നേക്കും തലമുറയായി മഹത്വമുണ്ടാകട്ടെ. മഹത്വം എന്ന വാക്കിലേക്ക് ഒന്ന് തൊടുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുക. അവന്റെ മഹത്വം അവൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. എത്ര പേര് അത് അനുഭവിച്ചിട്ടുണ്ട്? അവന്റെ മഹത്വം ഒരു NHSന് വിട്ടുകൊടുക്കത്തില്ല. അവന്റെ മഹത്വം ഒരു ഡോക്ടറിന് വിട്ടുകൊടുക്കത്തില്ല. അവന്റെ മഹത്വം ഒരു പാസ്റ്ററിന് വിട്ടുകൊടുക്കത്തില്ല. അവന്റെ മഹത്വം മറ്റ് ആർക്കും അവൻ വിട്ടുകൊടുക്കത്തില്ല. അവന്റെ മഹത്വം അവന് മാത്രമുള്ളതാണ്. ഇന്ന് രാത്രികാലം ആ നാമത്തെ ഉയർത്തുവാൻ, ആ നാമം മഹത്വപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു ഭാഗമാണ് കാനാവിലെ കല്യാണം, അല്ലേ? സ്തോത്രം. നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് യാത്ര ചെയ്യാൻ പോവുകയാണ്. കാനാവിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരും ഇൻവൈറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് യാത്ര ചെയ്യുക. അവിടെ ഒരു വലിയൊരു സെലിബ്രേഷൻ നടക്കുകയാണ്. എന്നാൽ സെലിബ്രേഷൻ്റെ അകത്ത് ഒരു ഇല്ലായ്മ വരികയാണ്. അവിടെ സ്തോത്രം എല്ലാവർക്കും അറിയാവുന്നൊരു ഭാഗമാണ്, വീഞ്ഞ് തീർന്നു പോയി. ആകെ അവിടെ ഒരു പ്രയാസമുണ്ടായി. എന്നാൽ എൻ്റെ വിഷയം അത് സ്തോത്രം തീർന്നു പോയതോ മറ്റുള്ള വിഷയങ്ങളൊന്നുമല്ല. എന്നാൽ അതിൻ്റെ അകത്ത് ഒരുവൻ്റെ മഹത്വം വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ ഇടയായിത്തീരും. ഇത് രാത്രി ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ സാഹചര്യത്തിൻ്റെ നടുവിലും ദൈവത്തിന് ഒരു മഹത്വമുണ്ട്. ആമേൻ, സ്തോത്രം. ഈ കുഞ്ഞിനെ കുറിച്ച് ദൈവത്തിന് വലിയ പ്ലാൻ. അവൻ മൈക്കിലാണ്, അവൻ അട്രാക്ഷൻ മുഴുവനും. ആരും തടയരുത് ആ കുഞ്ഞിനെ. മൈക്ക് ഞാൻ പറഞ്ഞ ഒരു വയറില്ലാത്ത പഴയതുണ്ടെങ്കിൽ വെക്കുന്നത് നല്ലതാണ്. ഞാൻ പറയാൻ കാരണം ഞാൻ പറയട്ടെ, ടിപ്റ്റൺ ചേർച്ചിൽ നമുക്ക് ഇതുപോലത്തെ ഒരു കുഞ്ഞുണ്ട്. സ്തോത്രം. എല്ലാ കുഞ്ഞുങ്ങളും എടുക്കാറില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്തോത്രം. ആരുടെ മോനത്? ബ്രദറിൻ്റെ ആണോ നിങ്ങളുടെ ആണോ? സ്തോത്രം. അവൻ്റെ മേലൊരു വലിയ വിളി കിടക്കുക. സ്തോത്രം. ഓണസ്റ്റ്ലി ഞാൻ പറഞ്ഞ അത് എനിക്കറിയാം. നിങ്ങൾക്ക് ചിലപ്പം ഇതൊരു തമാശയായിട്ട് തോന്നിക്കും, കുഞ്ഞുണ്ട്. പക്ഷെ മൈക്ക് സൂക്ഷിക്കണം, അതിന് വേണ്ടതല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ആ ഒരു പിടുത്തം, അത് ഞാൻ പറയട്ടെ, ടിപ്റ്റൺ ചേർച്ചിൽ ഇതുപോലൊരു കുഞ്ഞ് മൈക്ക് എടുത്തുകൊണ്ട് നടന്ന് അവസാനം പാസ്റ്റർ ഇപ്പം കോയറിലൊക്കെ പുള്ളി കയറ്റി നിർത്തും. സ്വിച്ച് ഓഫ് ആയിരിക്കും. ഞാൻ പറഞ്ഞത് സൗണ്ട് നമുക്ക് വെക്കാൻ പറ്റത്തില്ല, അവൻ പാടാനുള്ള കപ്പാസിറ്റി ഇല്ല. എന്നാൽ തന്നെയും എൻകറേജ് ചെയ്യാൻ തരും. സ്തോത്രം. ഞാൻ പറയട്ടെ, അത് തുടർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക, കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് വലിയ വെച്ച് ചെയ്യട്ടെ കുഞ്ഞിൻ്റെ മേൽ. ആമേൻ. ആണ്. സ്തോത്രം. പുള്ളിയും എൻ്റെ കൂടെ ട്രാൻസ്ലേറ്റ് ചെയ്യുക. കീപ് ഗോയിങ് മൈ ബ്രദർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ, എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. തുടർന്നും നമുക്ക് കേൾക്കാം. അതെ, സ്തോത്രം. മഹത്വം അവൻ ആർക്കും വിട്ടുകൊടുക്കുന്ന ദൈവമല്ല, അവൻ മഹത്വത്തിൻ്റെ യോഗ്യനായവനാണ്.
എന്നാൽ അവിടെ ഒരു ഇല്ലായ്മ വന്നപ്പോൾ, അവിടെ ഒരു ഭാരം വന്നപ്പോൾ, അതേ സ്തോത്രം, യേശു അവിടെ വെളിപ്പെടുകയാണ്. സ്തോത്രം. നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും, നമ്മുടെ ഏത് മേഖലകളിലും, നമ്മുടെ ഉയർച്ചയിലും താഴ്ചയിലും എപ്പോഴും അവൻ നമ്മുടെ കൂടെയുള്ള ദൈവമാണ്. പ്രൈസ് ഗോഡ്. എന്നോട് പലരും ഈ കൗൺസിലിംഗ് ഒക്കെ വരുന്ന സമയത്ത് എപ്പോഴും എന്നോട് പറയുന്ന കാര്യം, പാസ്റ്ററെ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പ്രയാസം വരുന്നത്? എപ്പോൾ നോക്കിയാലും എനിക്ക് പ്രശ്നങ്ങളാണ്, എപ്പോൾ നോക്കിയാലും എനിക്ക് പ്രതിസന്ധി, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് അവിടുന്ന് പ്രഷർ, എനിക്ക് ജോലിയിൽ നിന്നും പ്രഷർ, എന്തുകൊണ്ട് എനിക്ക് തുടർമാനമായിട്ട് എനിക്ക് പ്രശ്നം വരുന്നത് എന്തുകൊണ്ടാണ്? അതേ സ്വന്തം കോൺസ്റ്റന്റ് ആയിട്ട് എനിക്കൊന്ന് പീസ്ഫുൾ ആയിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പറയട്ടെ, നീ ഒരു വിശ്വാസിയാണെങ്കിൽ നിനക്കൊരു പീസ്ഫുൾ ആയിട്ട് നിനക്ക് ജീവിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം നിനക്കെതിരെ എപ്പോഴും പ്രതികൂലങ്ങൾ ഉണ്ടാകും. സ്തോത്രം. ECG എങ്ങനെ ഇരിക്കുന്നത്? ECG ലൈൻ എങ്ങനെ ഇരിക്കുന്നത്? ഇങ്ങനെ പോകുന്നത്. അപ്പം നിങ്ങൾ പറയുക, എനിക്ക് ECG ലൈൻ, ഇപ്പം നിങ്ങൾ ഡോക്ടറെ പോയി കണ്ടിട്ട് പറയുക, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എൻ്റെ ECG ലൈൻ കണ്ട് എനിക്ക് ഒട്ടും ഹാപ്പിയല്ല, എനിക്ക് നേരെയുള്ള ലൈനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എന്ത് സംഭവിക്കുന്നത്? കഥ തീർന്നു പോയി. അതുകൊണ്ട് ഞാൻ പറയട്ടെ, അതേ സ്തോത്രം, താഴ്ചയും ഉയർച്ചയും ഒക്കെ കടന്നു വരുമ്പോൾ നിങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. സ്തോത്രം, മഹത്വം കൊടുക്കണം. എൻ്റെ താഴ്ചയിൽ അവൻ എന്നെ ഓർത്ത ദൈവമാണ്, എൻ്റെ ഉയർച്ചയിൽ അവൻ എന്നെ ഓർത്ത ദൈവമാണ്, എൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും എന്നെ ഓർക്കുന്ന ദൈവമാണ്. അത് സ്തോത്രം, മറ്റാരും ഓർത്തില്ലെങ്കിലും എന്നെ കരുതുന്ന, എന്നെ ഓർക്കുന്ന എൻ്റെ ദൈവത്തിന് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കാനാവിൽ അത് സ്വന്തം വളരെ പ്രതിസന്ധിയുടെ നടുവിൽ ഇതാ അതേ കർത്താവോട് വെളിപ്പെടുകയാണ്. എന്നാൽ പറയട്ടെ, സ്വന്തം കൽപാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കർത്താവിൻ്റെ നോട്ട കൽപാത്രങ്ങളൊക്കെ പോയി. സ്തോത്രം. കർത്താവ് അതെ എൻ്റെ ഒരു ഇമാജിൻസിൽ ഞാൻ പറയുകയാണ്, അത് കഴുകിക്കൊണ്ടിരുന്നപ്പോൾ, കാല് കഴുകിക്കൊണ്ട് പെട്ടെന്ന് അത് അവരുടെ കസ്റ്റം അങ്ങനെ ആയിരുന്നല്ലോ, അങ്ങനെ കഴുകി ആ കൽപാത്രങ്ങളിൽ നോക്കി പറഞ്ഞു, നിന്റെ സമയമായി, നിന്റെ സീസണായി. സ്തോത്രം. ഇനി നീ ഇവിടെ ഇരിക്കത്തില്ല, നിനക്കൊരു അതേ സ്തോത്രം യോഗ്യതയുള്ള ഒരു ഭാഗത്തേക്ക് നിന്നെ ഞാൻ മാറ്റാൻ പോകുകയാണ്. ഇന്ന് രാത്രി ചിലരോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, അതേ സ്തോത്രം, നിന്റെ സീസൺ മാറുന്ന സമയം ആയിരിക്കുകയാണെന്ന് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ പറയുകയാണ്. അതേ സ്തോത്രം, ഇത്രയും കാലം നീ ഇരുന്നതിൻ്റെ അതേ സ്തോത്രം അതിനെല്ലാം നീ അനുഭവിച്ചതിനൊക്കെയും ദൈവം നിന്നെ മാനിക്കുന്ന ഒരു സമയം അടുത്തുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്. അത് കഴിക്കൊണ്ടിരുന്നപ്പോൾ കൽപാത്രങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു, നിന്റെ സമയം മാറി, നീ ഇതാ അകത്തേക്ക് വരാൻ പോകുക. ഒരു മനുഷ്യനും ചെയ്യാത്ത കാര്യങ്ങൾ എൻ്റെ കർത്താവ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാല് കഴുകാൻ വെച്ചിരിക്കുന്ന കൽപാത്രങ്ങൾ ഒരു വെഡിങ്ങിനകത്ത് കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻസൾട്ടിങ് ആണ്. എന്നാൽ പറയട്ടെ, വേണ്ടാത്തതിനെ അവൻ തിരഞ്ഞെടുത്തു. സ്തോത്രം. പോഷത്വമായി ലോകം കണ്ടതിനെ ദൈവം തിരഞ്ഞെടുത്തു. അതേ സ്തോത്രം, ദൈവം തിരഞ്ഞെടുത്തിട്ട് അതിനകത്ത് സ്തോത്രം ഒരു അത്ഭുതം ചെയ്യുകയാണ്. ഞാൻ പറയട്ടെ, ശിഷ്യന്മാരുടെ അവസ്ഥ ചിന്തിച്ച് നോക്കിയേ. ഇപ്പോൾ അവരിപ്പോൾ നമ്മുടെ മീറ്റിംഗ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു സാക്ഷ്യത്തിന് വേണ്ടി സമയം കൊടുത്ത് അവർ പറയും, അതേ സ്തോത്രം, ഒരു വല്ലാത്തൊരു ഒരു അവസ്ഥയായിരുന്നു ആ സമയത്ത്. അതേ ഈ കൽപാത്രങ്ങളൊക്കെ എടുത്ത് കല്യാണത്തിന് അടിപൂരം അടിയായിരിക്കും. സ്തോത്രം. എന്നാൽ പറയട്ടെ, അവസാനം കൊടുത്തത് ആദ്യം കൊടുത്തതിനെക്കാട്ടിലും ഏറ്റവും ബെസ്റ്റായിരുന്നു. സ്തോത്രം. എങ്ങനെ അത് സംഭവിച്ചെന്നറിയാമോ? അത് ദൈവത്തിൻ്റെ അത്ഭുതം അവിടെ നടക്കുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ, അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, അവൻ്റെ മഹത്വം ആ പാത്രത്തിന്മേൽ ഇറങ്ങിയതുപോലെ നിങ്ങളാകുന്ന പാത്രത്തിൻ്റെ അകത്ത് അവൻ്റെ മഹത്വം ഇറങ്ങുവാൻ ഇടയായിത്തീരും. അതേ സ്വത്രം അവിടെ താഴോട്ട് വായിക്കും. അതിൻ്റെ 10-ാമത്തെ 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? പെട്ടെന്ന് വായിച്ചേ. യെസ്. അടുത്തത് യേശു ഇതിന്റെ അടയാളത്തിന്റെ ആരംഭമായി തന്റെ മഹത്വം എന്ത് ചെയ്തു? He revealed his glory. അവന്റെ മഹത്വം അവൻ അവിടെ വെളിപ്പെടുത്തി. ഇന്ന് നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യത്തിന്റെ നടുവിൽ പരിശുദ്ധാത്മാവ് പറയുന്നൊരു കാര്യമുണ്ട്, അവന്റെ മഹത്വത്തിന് വേണ്ടി അവനത് മാറ്റിവെച്ചിരിക്കുക. ആമേൻ. എല്ലാം ഇറ്റ്സ് ഓൾ ഫോർ ഹിസ് ഗ്ലോറി. അവന്റെ മഹത്വം വെളിപ്പെടാൻ വേണ്ടി അവൻ മാറ്റിവെച്ചിരിക്കുകയാണ്. ആ കല്യാണത്തിന് കണ്ടിട്ടില്ലാത്ത അത് ദൈവപ്രവൃത്തി വെളിപ്പെട്ടിട്ട്, അത് മാത്രമല്ല അവിടെ കാണുന്ന അവിടെ വായിച്ചതുപോലെ അവന്റെ മഹത്വം അവൻ അവിടെ വെളിപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. അവൻ അവിടെ നിന്നുകൊണ്ട് വേണമെങ്കിൽ പറയാമായിരുന്നു, കല്യാണത്തിന് വരാതെ പറയാമായിരുന്നു. എന്നാൽ ആ സാഹചര്യത്തിൽ അവൻ ഇറങ്ങിച്ചെന്ന് അവിടെ നിന്നുകൊണ്ട് തന്നെ അവൻ അത്ഭുതം ചെയ്യുവാൻ ഇടയായി തീർന്നു. എന്നാൽ നാം ചോദിച്ചതിലും അപ്പോൾ ചോദ്യം കിടക്കുകയാണ് അല്ലേ? എത്ര പേര് ചോദിച്ചിട്ട് ദൈവസന്നിധി ചെന്നിട്ടുണ്ട്? ക്വസ്റ്റ്യൻ മാർക്ക് നിങ്ങൾക്ക് അറിയാമോ? ക്വസ്റ്റ്യൻ മാർക്ക് എങ്ങനെ ഇരിക്കുന്നത്? ക്വസ്റ്റ്യൻ മാർക്ക് ഇസ് ഓൾവേസ് ഡേഞ്ചറസ്. യു ഗോട്ട് ടു ബി വെരി കെയർഫുൾ. ഒന്നിലത് നമ്മളെ ഹുക്ക് ചെയ്യും, അല്ലെങ്കിൽ നമ്മളെ കുത്തും. നിങ്ങൾ എന്നെ സീരിയസ് ആയിട്ട് എങ്ങനെ നോക്കുന്നത്? നഴ്സുമാരായിട്ടാണോ? ഇനി എഞ്ചിനീയേഴ്സ് ക്വസ്റ്റ്യൻ മാർക്ക് either it will hook you അല്ലെങ്കിൽ poke you.
പ്രൈസ് ഗോഡ്. ചോദ്യങ്ങൾ ചോദിക്കുന്നത് കുഴപ്പമില്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായ. ഇപ്പം ബൈബിളിൽ നമുക്ക് നോക്കാം, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ അത് സ്തോത്രം പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു വ്യക്തി ചോദിച്ചത് ചോദ്യമാണ്. സ്തോത്രം ആരാന്ന് പറയാമോ? രൂത്ത്. നമുക്ക് നോക്കാം രൂത്തിൻ്റെ പുസ്തകത്തിലേക്ക് പെട്ടെന്ന് വന്നാട്ട് പ്ലീസ്. ഹല്ലേലൂയ. അതിൻ്റെ നമുക്ക് 2:9 വായിക്കാമോ പ്ലീസ്? ബാല്യക്കാർ തുടരുതെന്ന് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കറിയാവുന്ന ഒരു ഭാഗമാണ്, രൂത്ത് ഒരു മോവാബി സ്ത്രീയാണ്, മോവാബൈറ്റ് ആണ്. ഷീസ് ഫ്രം എ മോവാബൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. ഷീസ് നോട്ട് സപ്പോസ് ടു ബി ദെയർ ഇൻ ദ മിഡ്സ് ഓഫ് ഇസ്രായേലൈറ്റ്സ്. ഇസ്രായേലൈറ്റ്സുമായിട്ട് യാതൊരു ഇടർകൾക്കും ഉണ്ടാകാൻ പറ്റുകയില്ല. കാരണം അവർ റിജക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ റിജക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്, റിജക്റ്റഡ് ആയിട്ടുള്ള ഒരു 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 എന്താ പറഞ്ഞ ഒരു കൂട്ടമാണ്. ആ കൂട്ടത്തിൽ നിന്നും ഒരുവൾ ദൈവത്തിന് വേണ്ടി നിൽക്കുകയാണ്. സ്തോത്രം. അവൾ വന്നിട്ട് ചോദിക്കുകയാണ്, അതെ സ്തോത്രം, ഞാൻ പോയി ഒന്ന് പറക്കിക്കോട്ടെ എന്ന് ചോദിക്കുക. കാരണം അവർക്ക് അവിടെ ഫ്രീഡം ഇല്ല, പറക്കാനുള്ള ഫ്രീഡം ഇല്ല. റിസ്ട്രിക്റ്റഡ് ഏരിയ ആണ്, ഇസ്രായേലൈറ്റ്സിന് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുന്ന അതേ സ്തോത്രം ഒരു ഏരിയ ആണ്. എന്നാൽ അവിടെ വന്ന് അവൾ ചോദിക്കുകയാണ് ഒന്നാമതായിട്ട്. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് വൺ. അടുത്ത് നോക്കിയാട്ട് അതിൻ്റെ 15ാമത്തെ വാക്യം നോക്കിയേ. തുടരുതെന്ന് ഒന്നാമത് പറഞ്ഞു. രണ്ടാമത് കണ്ടോ? അപ്പം ഈ ഉപദ്രവിക്കുന്ന ആൾക്കാരാ, തൊടുന്ന ആൾക്കാരാ. അതിൻ്റെ നടുവിൽ അതേ സ്തോത്രം ഒരുവൾ ചോദിച്ചുകൊണ്ട് ചെല്ലുക. എന്നാൽ പറയട്ടെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് കറ്റകളുടെ ഇടയിൽ നിന്നും അവൾ പറക്കിക്കൊള്ളട്ടെ, സാരമല്ല, അങ്ങ് പറക്കിപ്പോക്കോട്ടെ, കുഴപ്പമില്ല. അടുത്ത വാക്യം നോക്കി, എവിടെ എന്തോ പറയുന്നേ? Come on, listen. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് പൊഴിഞ്ഞു വീഴുന്നത് മാത്രം പറക്കാനാ. ആർക്കും വലിച്ചിട്ടതായിട്ടൊന്നും അവിടെ കാണുന്നില്ല. മോവാബിൽ നിന്നും വന്ന ഒരു മോവാബി സ്ത്രീക്ക് വേണ്ടി യഹോവയായ ദൈവം വലിച്ചിടുകയാ. സ്തോത്രം. എന്ന് വെച്ചാൽ ഒരു എക്സ്ട്രാ ഫേവർ, ആർക്കുമില്ലാത്ത ചില ഫേവർ. സിസ്റ്റർ താങ്കളോട് പറഞ്ഞേ, ആർക്കുമില്ലാത്തൊരു ഫേവർ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുക. ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിക്കുക, പൊഴിഞ്ഞത് മറ്റുള്ളവർ പറക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ആത്മാവ് ചില കറ്റകളിൽ നിന്നും വലിച്ചിടുന്നത് ആത്മാവ് ഞാൻ കാണുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കാൻ പോകുക. ഈ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ അത് കാണും. അതൊരു സാക്ഷ്യമായിട്ട് മാറാൻ. വായിച്ച മോളെ. വലിച്ചിട്ടേക്കണം. അപ്പം 3 കാര്യങ്ങൾ നടന്നു. പെട്ടെന്ന് പറഞ്ഞ എന്നോട്. ഞാൻ പറഞ്ഞു നമ്മൾ ഒരുമിച്ച് പ്രസംഗിക്കുന്നത്, ഞാൻ ഒറ്റയ്ക്കല്ല. ഒന്നാമത്, അയ്യോ എൻ്റെ ദൈവമേ, നിങ്ങളെല്ലാം ഉറങ്ങിപ്പോയോ? എൻ്റെ അവസ്ഥ ഞാൻ ചിന്തിച്ചു നോക്കണം. ഞാൻ ഇന്നലെ മുതൽ ഇന്നലെ രാവിലെ ഞാൻ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. രാവിലെ ടിപ്റ്റൺ, ബർമിംഗം. ഇന്നലെ രാത്രി മീറ്റിംഗ് കഴിഞ്ഞ് 2 o'clock അപ്പോഴേ കിടന്ന് ഉറങ്ങിയത്. 4 o'clock ഞാൻ എഴുന്നേറ്റു. ഇന്ന് രാവിലെ 2 o'clock ഉറങ്ങിയിട്ട് 4 o'clock എഴുന്നേറ്റു. നേരെ ഡാർലിംഗ്ടൺ, ഷെഫീൽഡ് ത്രൂ ഡാർലിംഗ്ടണിലെത്തി. രാവിലെ എത്തി. അത് കഴിഞ്ഞിട്ട് വൈകിട്ടത്തെ മീറ്റിംഗ് എത്തിക്കുക. അപ്പോൾ എൻ്റെ കാട്ടിൽ ക്ഷീണം നിങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞു. അപ്പോൾ ഒന്നാമത് പറഞ്ഞേ, നിങ്ങൾ പറഞ്ഞേ പെട്ടെന്നാട്ടെ. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞേ, പറക്കിക്കൊള്ളട്ടെ. രണ്ടാമത് എന്തുവാ? വലിച്ചിട്ടേക്കണോ? അല്ലല്ലോ പറഞ്ഞത്, തൊടരുത്. പ്രൈസ് ദി ലോർഡ്. പറക്കണം, തൊടരുത്. മൂന്നാമത് എന്തുവാ? മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. പെട്ടെന്നായിട്ട് പറഞ്ഞേ, കമോൺ. അല്ലെങ്കിൽ ഞാൻ പ്രസംഗിച്ചിട്ട് കാര്യമില്ല. നിങ്ങളിത് കേട്ട് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഇവിടെ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ പറഞ്ഞേ, പറക്കിക്കൊള്ളട്ടെ, തൊടരുത്, ഉപദ്രവിക്കരുത്. പറക്കിക്കൊള്ളട്ടെ, തുടരുത്, ഉപദ്രവിക്കരുതാണോ? ഒന്നുകൂടെ വായിച്ച്, വാക്യം വായിച്ചു, ഒന്നുകൂടെ വായിച്ചേ. എൻ്റെ 2:9. മറന്നു പോകരുതേ. ഒന്നുകൂടെ ഞാൻ വായിപ്പിക്കാം. വായിച്ചു. ബാല്യക്കാർ തൊടരുതെന്ന് കൽപ്പിച്ചപ്പോ ഒന്നാമത്തെ എന്തുവാ? തൊടരുത്. മറന്നു പോകല്ലേ. ഇനി അടുത്തത് വായിച്ചേ. 15 2.
ആ, അപ്പം തുടരരുത്, ഉപദ്രവിക്കരുത്. മൂന്നാമത്തെ നോക്കി ഞാൻ അടുത്ത വാക്യം. ആ, ഓ, ഇസ്രായേൽ മക്കൾക്കെല്ലാം മോനെ അന്നേരം വീഴുന്ന കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, അവർക്ക് അതേ ഉള്ളൂ, അത് മാത്രമേ അവർക്ക് എടുക്കാൻ പറ്റൂ. സോറി മോനെ, ക്യാമറ, അത് മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷേ അവർക്ക് വേണ്ടി, ആ ഒരു വ്യക്തിക്ക് വേണ്ടി കർത്താവിൻ്റെ ഫേവർ വെളിപ്പെടാൻ ഇടയിൽ തീർന്നു. താഴ്ത്തു വായിച്ച് നമുക്ക് കാണാൻ പറ്റും. വായിച്ച മോളെ. അതെ, ഒരു പറക്കൽ മിനിസ്ട്രിയിലേക്ക് പുള്ളിക്കാരി ജോയിൻ ചെയ്ത്. നമ്മൾ ഇന്നത്തെ കാലത്താണെങ്കിൽ അത് ഒരു പേരിട്ട് ആൾക്കാർ പറയും ന്യൂ മിനിസ്ട്രി തുടങ്ങിയിരിക്കുകയാണ്, പറക്കൽ മിനിസ്ട്രി. സ്തോത്രം. പറക്കാനായിട്ട് പോയി. സ്തോത്രം. ഞാൻ ഓക്കെ ഇവിടെ നിർത്തുക. ഓക്കെ, അടുത്ത് വായിച്ചേ പെട്ടെന്നാട്ടെ. അതൊക്കെ ഇത് മരിച്ചപ്പോൾ എൻ്റെ ദൈവമേ ഒരു പറ യവത്തിൽ അവസാനിച്ചെന്ന്. അപ്പോൾ ഈ പറയെക്കുറിച്ച് എനിക്ക് വലിയ കണക്കൊന്നും എനിക്കറിയില്ല. ഒരു പറയെന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു വലിയൊരു പറയാണ്. അപ്പോൾ എനിക്ക് അത്ര പരിചയമില്ല. നാട്ടിൽ വിളിച്ചാൽ ചോദിച്ചു, പപ്പയോട് പ്രായമുള്ളവർ ചോദിക്കുമ്പോൾ അറിയാമല്ലോ പറ എന്തുവാന്നുള്ളത്. അപ്പോൾ പറയുടെ കണക്ക് ചോദിച്ചപ്പം ഞാൻ എൻ്റെ ഫാദറിനോട് ചോദിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു, നീ UK ആയിരിക്കും, നിനക്ക് എൻ്റെ പറയുടെ കാര്യം എന്തുവാ? കേരളത്തിലുള്ളവർക്ക് പറയില്ല, UK ഉള്ള നിനക്ക് എന്തിൻ്റെ പറ? ഞാൻ പറഞ്ഞത് എനിക്കൊന്ന് അറിയാൻ വേണ്ടി, ഒരു അറിവിന് വേണ്ടി ചോദിച്ചത് ഉപദ്രവമായോ? ഒന്ന് പറയാമോ? പറയാമെന്ന് പറഞ്ഞു പറയുടെ കാര്യം. പ്രൈസ് ഗോഡ്. എന്നിട്ട് പുള്ളി പറഞ്ഞ ഇങ്ങനെയാണ്, എത്ര വലിയ കഴിക്കുന്ന ഒരാളാണെങ്കിലും ഒരു പറ ഒരാഴ്ച എങ്ങനെയെങ്കിലുമൊക്കെ കഴിയാൻ പറ്റും അല്ലേ? ഒരാഴ്ച കഴിയാൻ പറ്റുന്ന. പക്ഷേ ഈ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ചോദിച്ചതിലും നനച്ചതിലും അത്യുന്നതപരമായി, നമ്മൾ ആ വാക്യത്തിൽ നിൽക്കുന്നത്, അവിടെ നിൽക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അന്നത്തെ നിയമം അനുസരിച്ച് അന്നന്ന് കഴിക്കാനുള്ള ആഹാരം മാത്രമേ ഉള്ളൂ, ശേഖരിച്ച് വെക്കാൻ പറ്റത്തില്ല. നിയമമാണ് കിടക്കുന്നത്. ഓ, നിങ്ങൾ വായിച്ചിട്ടില്ല? നോക്കി പുറപ്പാട് നോക്കി. നിങ്ങളെല്ലാവരും സ്ട്രേഞ്ച് ആയിട്ട് നോക്കുന്നു, പാസ്റ്റർ എന്താണെന്ന് എനിക്കറിയില്ല. പ്രൈസ് ഗോഡ്. നോക്കി പുറപ്പാടിൻ്റെ 16 തൊട്ട് 21 വരെയുള്ള വാക്യം വായിച്ചേ. എക്സോഡസ് ചാപ്റ്റർ 16 പ്ലീസ് റീഡ്. പെട്ടെന്ന് വേണേ. 16 till 21. ശ്രദ്ധിച്ച് കേൾക്കണം ഈ വാക്യം, എന്നാലേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലാവത്തുള്ളൂ. വായിച്ചുമ്പോൾ ഓക്കെ, അങ്ങനെ ചെയ്തു. ചിലർ യെസ്. അപ്പം ബാക്കി വെക്കാൻ പാടില്ല. വായിച്ചു. ആരും അറിയാതെ എന്തോ സേവ് ചെയ്തു. എന്ന് വെച്ചാൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ പിറ്റേ ദിവസത്തിന് വെച്ച മൊത്തം ക്രമിച്ച് മാറിപ്പോയി. അതാണ് നിയമം. പക്ഷെ ഇവിടെ ഒരു മോവാബിൽ നിന്ന് വന്ന ഒരു മോവാബ് സ്ത്രീ പറക്കിയപ്പോൾ അവക്ക് ലഭിച്ചത് ഒരു പറയാ. ഒരു പറ അവക്ക് വേണ്ടി ദൈവം കരുതി. സ്തോത്രം. അത് ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല. ദൈവത്തിൻ്റെ കരുതൽ അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് തീർന്ന് മാറ്റിവെക്കുന്നത്, മറ്റുള്ളവർ മാറ്റിവെക്കുന്നത്, അതേ സ്തോത്രം, അതിനെ ഓവർ റൈഡ് ചെയ്തുകൊണ്ട് പരിശുദ്ധാത്മാവ് അവിടെ ഒരു അത്ഭുതം ചെയ്യുവാൻ ഇടയിൽ തീർന്നു. നാം ചോദിച്ചതിലും നനച്ചതിലും അത്യുന്നതപരമായി അവക്ക് വേണ്ടി കറ്റകളുടെ ഇടയിൽ നിന്നും വലിച്ചിടാൻ അതേ സ്തോത്രം ദൈവം നിയമം വെച്ചു. എന്ന് വെച്ചാൽ ജോലിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പ്രത്യേക ഫേവറൊക്കെ കാണാൻ പറ്റും. ഇല്ലാത്ത പൊസിഷൻസ് ഒക്കെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കും. അതിലേക്ക് സ്റ്റെപ്പിൻ ചെയ്യണം ദൈവത്തിനാത്മാവ് പറയുക. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. ഞാൻ ഈ മലയാളി സിസ്റ്റേഴ്സിനെ കാണുമ്പോഴൊക്കെ അവരൊക്കെ കാണുമ്പം ഞാൻ അവരെ എൻകറേജ് ചെയ്യാറുണ്ട്. നമ്മൾ ഒരിക്കലും ബാക്കിൽ നിൽക്കേണ്ടവരല്ല, നമ്മൾ മുന്നിൽ വരണം. നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിന് അത്ഭുതം ചെയ്യാൻ പറ്റും. പ്രൈസ് ഗോഡ്. നമ്മുടെ വാക്യം എങ്ങനെ? നാം ചോദിച്ചതിലും നനച്ചതിലും അത്യുന്നതപരമായി. ഇതുകൊണ്ട് തീരുമോ? തീരത്തില്ല. സ്തോത്രം. ഇതുകൊണ്ട് തീരത്തില്ല. ഇവള് പറക്കിക്കൊള്ളട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ചെന്നവളല്ലേ. അതിൻ്റെ താഴെയുള്ള അധ്യായങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോവുകയാണ്. താഴെയുള്ള അധ്യായങ്ങളിലേക്ക് പെട്ടെന്ന് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്
She proposed with who? Boaz. അത് കഴിഞ്ഞ് കല്യാണമൊക്കെ ഫിക്സ് ചെയ്തു. ഇനിയിപ്പോൾ സിസ്റ്റേഴ്സിനൊക്കെ ഭയങ്കര സന്തോഷവും. അവിടുത്തെ നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്രായേലിൻ്റെ നിയമം എന്ന് പറഞ്ഞാൽ men got to give dowry. പുരുഷന്മാരുള്ളതെല്ലാം സ്ത്രീകൾക്ക് കൊടുക്കണം, എഴുതി കൊടുക്കണം. അതാണ് നിയമം. അന്നത്തെ നിയമം അങ്ങനെ. അപ്പോൾ പുള്ളിക്കാരി കല്യാണം കഴിച്ചപ്പം ഈ ഫീൽഡല്ല ആരുടെ പേരിലായി? ചോദിച്ച് ചെന്നവളുടെ പേരിൽ. ഇപ്പൊ ബോവസിന് അവിടെ നിന്ന് വല്ലതും പറക്കണമെങ്കിൽ ഹലോ, മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഒരു ദൈവ പൈതലിന് വേണ്ടി ദൈവത്തിന്റെ കരുതൽ ഇങ്ങനെയാ. മറ്റുള്ളവർ കാണുന്നത് പോലെയല്ല നിനക്ക് വേണ്ടി ദൈവം കരുതുന്നത്. നിനക്ക് വേണ്ടി തുറക്കുന്ന വഴികൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് പോലെയല്ല. പ്രൈസ് ഗോഡ്. കാരണം നീ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലാണ്. നിനക്കൊരു പ്രത്യേക സ്ഥാനം ദൈവം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇത് ഗ്രാബ് ചെയ്തോണം. ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ഇത് ഗ്രാബ് ചെയ്തുകൊണ്ട് വേണം പോകാനായിട്ട്. എന്നിട്ട് നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട്, ഓ എന്തൊരു നല്ല മീറ്റിംഗ് ആണ്, ബൈബിൾ അടച്ചിട്ട് മോനെ അല്ല പറഞ്ഞു, അടുത്ത ശനിയാഴ്ച വരാനല്ല. പ്രൈസ് ഗോഡ്. അടുത്ത ശനിയാഴ്ച പിന്നെ ബൈബിൾ എവിടെയോ ഞാൻ വെച്ചിരുന്നായിരുന്നു, നീ കണ്ടായിരുന്നോടി അന്നല്ല. സ്തോത്രം. ഇന്ന് രാത്രി പോയി അത് മെഡിറ്റേറ്റ് ചെയ്യണം. എന്നിട്ട് പറയണ, കർത്താവേ, ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഓരോന്നും എൻ്റെ അവകാശമാണ്. ഞാനത് ഏറ്റെടുക്കുന്നു, ഞാനത് പിടിക്കുന്നു. ഇതുകൊണ്ട് തീരത്തില്ല. നാം ചോദിച്ചതിലും നിനച്ചതിലും അത്യുന്നതപരമായി. ഓ യെസ്. അടുത്തതാണ് ഹയർ ലെവൽ ഓഫ് അനോയിന്റിങ്. പ്രൈസ് ഗോഡ്. മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് കാണാം. നിങ്ങൾ എടുക്കണ്ട, അത് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാതെ അറിയാവുന്ന ആൾക്കാരുണ്ട്. ഞാൻ പെട്ടെന്ന് പോവുകയാണ്. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതാണ്. മാത്യുവിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, അതെ സ്തോത്രം, അതെ യേശുവിൻ്റെ വെല്ലമ്പിച്ചിയുടെ സ്ഥാനം യൂത്ത് പിടിച്ചടക്കുവാൻ ഇടയായി തീർന്നു. ഹലോ, മോവാബിൽ നിന്ന് വന്ന സ്ത്രീ, തള്ളപ്പെട്ടവളായവളെ സ്വർഗത്തിലെ ദൈവം കണ്ടു കഴിഞ്ഞപ്പോൾ അവളുടെ സ്ഥിതിക്ക് വരെ മാറ്റം വരുവാൻ ഇടയായി തീർന്നു. ഇതിൻ്റെ എല്ലാം റീസൺ ഉണ്ട്, ഒരു കീ ഉണ്ട്. ഇതിൻ്റെ എല്ലാം കാരണം എന്താണെന്നറിയാമോ? പെട്ടെന്ന് നോക്കി അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ നോക്കിയാട്ട്, അതേ സ്തോത്രം, അതിൻ്റെ 16-ാമത്തെ വാക്യം പെട്ടെന്ന് വെച്ച് 1:16 Ruth 1:16. That is the reason, that's the key. ഇതായിരുന്നു നിന്റെ ദൈവം. അത് മാത്രം ഒരു കാര്യം മാത്രമേ എടുക്കുന്നുള്ളൂ. നിന്റെ ദൈവമാണ് എൻ്റെ ദൈവം. പ്രൈസ് ഗോഡ്. എൻ്റെ ചരിത്രം, എൻ്റെ ഹിസ്റ്ററി എനിക്ക് പ്രശ്നമല്ല. നമ്മുടെ ഹിസ്റ്ററിയെ മാറ്റി ഈ സ്റ്റോറി ആക്കാൻ കർത്താവിന് കഴിയും. കമോൺ, എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? He can change your history to his story. Amen. That's why you are here. ഇവിടെ ആയിരിക്കുന്നത് അതിനുവേണ്ടി ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. It's not just to make some money and enjoy your life. You enjoy your life, there's no problem with it. അതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങളെ കൊണ്ടുവന്നതിനകത്ത് ദൈവത്തിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, അതേ സ്തോത്രം, ഇവിടെ ചില വിടുതലുകൾ നടക്കണം, യുകെയിൽ ചില അത്ഭുതങ്ങൾ നടക്കണം, യുകെയിൽ ചില അടയാളങ്ങൾ നടക്കണം. പരിശുദ്ധാത്മാവ് അത് ചെയ്യാൻ പോവുകയാണ്. ഇന്നലെ രാത്രിത്തെ മീറ്റിംഗ്, ഇറ്റ് വാസ് പവർഫുൾ മീറ്റിംഗ്. ഒരു കോട്ടേജ് മീറ്റിംഗിലാണ്. I was there in Pastor Biju's house and around 62 people gathered. 62 പേര് ഗ്യാദർ ചെയ്തു. മലയാളികൾ, ഇംഗ്ലീഷുകാർ, തമിഴ്, പിന്നെ ഫ്രം ശ്രീലങ്ക, all different people came. And ഏകദേശം 50%, 50% of people were non-believers. അവരിതൊന്നും കണ്ടിട്ടില്ല. അവരാദ്യമായിട്ട് വന്നിരിക്കും. മുസ്ലിംസ്, മലയാളികളും മുസ്ലിംസ് വരെ ഉണ്ടായിരുന്നു അവിടെ. ആ മീറ്റിംഗിന് കടന്നു വന്നു. അവർ വന്നിട്ട് അവരൊന്നും കാണുന്നു, അവർ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. പക്ഷെ യേശുവിനെ കുറിച്ച് പറഞ്ഞ് യേശുവിൻ്റെ ശക്തിയെക്കുറിച്ചാണ് പ്രസംഗിച്ചത്. ഞാൻ പറഞ്ഞു, യേശുവിൻ്റെ ശക്തി ഇന്ന് രാത്രിയിൽ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യാൻ പോവുക, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നടക്കാൻ പോവുക എന്ന് പറഞ്ഞു. Any sickness, if you're going through any sickness, lay your hands, God is going to heal you right now. ഒറ്റ വാക്ക്. ഒരു അൺബിലീവർ ആയിട്ടുള്ള ഒരു ലേഡി, അതേ സ്തോത്രം, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല, എന്ന് ബാക്ക് പെയിൻ കൊണ്ടിരിക്കുന്ന, മീറ്റിംഗിന് വരുന്നില്ലെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഹസ്ബൻഡ് പിടിച്ച് വലിച്ച് കൊണ്ടുവന്ന് അത് ചേർന്ന് കൊണ്ട് നിർത്തി. എന്നാൽ പറയട്ടെ, മിറക്കിൾ എന്ന് പറയട്ടെ, ഇൻസ്റ്റന്റ് ആയിട്ട് സൗഖ്യം നടക്കാൻ ഇടയായി തീർന്നു. പ്രൈസ് ഗോഡ്. ആ ഒരു സൗഖ്യം അവരെ ചലഞ്ച് ചെയ്യുവാൻ ഇടയായി തീർന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഈ സഭയ്ക്കകത്ത് സൗഖ്യങ്ങൾ നടക്കട്ടെ, ഈ സഭയ്ക്കകത്ത് വിടുതലുകൾ നടക്കട്ടെ. ന്യൂ കാസിലുള്ളവർ കാണട്ടെ, കേൾക്കട്ടെ, ഇവിടെ ഒരു സഭയുണ്ടെന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സഭയുടെ ചലനം ഇവിടെ വെളിപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ പറയട്ടെ, ആൾക്കാർ വന്ന് കയറാൻ തുടങ്ങും. ഈസ്റ്റിൽ നിന്നും വെസ്റ്റിൽ നിന്നും നോർത്തിൽ നിന്നും സൗത്തിൽ നിന്നും വന്ന് കയറാൻ തുടങ്ങും. എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ എത്ര കാലം ഇവിടെ ഇരിക്കുമെന്ന് എനിക്കറിയത്തില്ല. പ്രൈസ് ഗോഡ്. പക്ഷേ ഇത് മാക്സിമം നിങ്ങൾ മാക്സിമൈസ് ചെയ്തോണം. എന്നാൽ ഞാൻ പറയട്ടെ, സ്തോത്രം, ഇവിടെ നിന്ന് മാറി ഇച്ചിരി വിശാലമായ സ്ഥലത്തേക്ക് മാറുന്നത് ആത്മാവിൽ ഞാൻ കാണുകയാണ്.
പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. കാരണം സഭ പണിയാമെന്ന് പറഞ്ഞവൻ എൻ്റെ കർത്താവാണ്. കർത്താവ് പറഞ്ഞ വാക്കുണ്ട്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കുകയില്ല. പാതാള ഗോപുരം സഭയ്ക്കെതിരെ എത്ര ഉയർന്നാലും he is going to build the church. കർത്താവിൻ്റെ സഭയെ കർത്താവ് പണിയുവാൻ ഇടയായി തീരും. ഇന്ന് രാത്രിയിൽ ആ പണിക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഒരുവൾ ചോദിച്ചുകൊണ്ട് ചെന്നപ്പോൾ അവർക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുവാൻ ഇടയായി തീർന്നു. നമുക്ക് ഇതിപ്പം പറയാം, നിങ്ങൾ ചിന്തിക്കുമായിരിക്കും അത് പഴയ നിയമത്തിലെ പുതിയ നിയമത്തിൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ? യെസ്, നമുക്ക് പെട്ടെന്ന് നോക്കാമല്ലോ. പെട്ടെന്ന് ഫ്യൂ മിനിറ്റ്സ് മാത്രമേ എനിക്കുള്ളൂ. നമുക്ക് പെട്ടെന്ന് നോക്കാമല്ലോ. പ്രൈസ് ഗോഡ്. അതെ, സ്വത്രം. മത്തായിയുടെ സുവിശേഷം Matthew chapter 17 verses 24 to 27. So 27th verse is the highlighted verse. Yeah, 24 to 27 please. Matthew, മത്തായിയുടെ സുവിശേഷം. അയ്യോ, വായിച്ചു. ഇനിയിപ്പോൾ അടുത്തത് പ്രശ്നം വരാൻ പോകുന്നു. അടുത്ത എങ്ങനെ വായിക്കും എനിക്കറിയില്ല. വായിക്കും. മോളുടെ പേരെന്നാ? ടീന. ഗോ ഓൺ ടീന. സോറി മോളെ, മോളും വായിച്ചു, കുഴപ്പമില്ല. അവർ പറയുന്ന ഒന്നും ശ്രദ്ധിക്കണ്ട, വായിച്ചു. കമോൺ, റീഡ് ഇറ്റ്. പറ്റത്തില്ലേ? അത് പറയാൻ പറ്റത്തില്ല പുള്ളിക്കാരിക്ക്. വായിച്ചോ മോൾ. അത് ഏത് വേർഷനാ? കാരണം ആ ബൈബിൾ അത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഏത് മോളുടെ നോർമൽ ബൈബിളാണോ? ഓക്കെ, വായിച്ചോ. വേറെ കുഴപ്പമില്ല. നമ്മള് കർത്താവ്. മതി, നിൽക്കട്ടെ. ഇവിടെ നമുക്കറിയാം, ശിഷ്യന്മാരെടുത്തോട്ട് ചുങ്കം പിഴിക്കുവാനായിട്ട് ടാക്സ് കളക്ടേഴ്സ് എന്ത് ചെയ്യുന്നു? ചെന്ന് ചോദിക്കുക. അപ്പോൾ പത്രോസിനെ പിടിച്ചു. പത്രോസ് പിടിച്ച് പറഞ്ഞ്, അതായത് നിങ്ങൾ പൈസ അടച്ചിട്ടില്ല പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ആ സെക്കൻഡിൽ പിന്നെ പുള്ളി കണ്ടില്ല. പൈസ അടയ്ക്കുന്നില്ല പറഞ്ഞപ്പോൾ പുള്ളി ഡിസപ്പിയർ ചെയ്തു. പുള്ളി കാണാനില്ല. പിന്നെ പുള്ളി വെളിപ്പെട്ടത് യേശുവിൻ്റെ മുമ്പിലാണ്. അതെന്താ പത്രോസ് അങ്ങനെ? പത്രോസ് എടുത്തിയാട്ടക്കാരനാണ്. പുള്ളിയുടെ സൈമൺ എന്നാണ് പുള്ളിയുടെ പേര്. സൈമൺ, ദ വേർഡ് സൈമൺ മീൻസ് എന്തുവാ? അൺസ്റ്റേബിൾ. ഒരിടത്ത് നിൽക്കുന്നവനല്ല, അവൻ ഇല പോലെ പറന്ന് നടക്കുന്നവനാ. പ്രൈസ് ഗോഡ്. അവന് ഈ വെള്ളം കണ്ടാൽ എടുത്തു ചാടും. വെള്ളം കണ്ടാൽ എടുത്തു ചാടും. വെള്ളത്തിൻ്റെ മീതെ നടക്കണമെന്നൊക്കെ തോന്നും. അങ്ങനെ ഒരു എടുത്തുചാട്ടക്കാരനാണ്. അപ്പോൾ പെട്ടെന്ന് യേശുവിൻ്റെ അടുത്ത് പറഞ്ഞു, യേശു കർത്താവിനോട്, കർത്താവേ, അതെ ഈ ഇവിടെ ദുർമ്മ പണം പിരിക്കാനായിട്ട് ആൾ വന്നിരിക്കുന്നു, അവിടെ പൈസ കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ യേശു പറയുക. യേശു എന്തോ ചെയ്യുന്നു? വായിച്ചു മോളെ. പെട്ടെന്ന്. യെസ്. യെസ്. യേശു അവനോട് എങ്കിലും നീ കടലിലേക്ക് ചെന്നിട്ട് അപ്പം ഈ നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടൽ പറഞ്ഞാൽ എന്താ അർത്ഥം? എന്തോ എന്ന് വെച്ചാൽ പുള്ളിയുടെ അങ്ങനല്ല, പുള്ളിയുടെ ഓൾറെഡി ചൂണ്ടൽ ഉണ്ട്, പുള്ളിയുടെ കയ്യിലുണ്ട് സാധനം. പുള്ളി വല വിട്ടു, പക്ഷെ ചൂണ്ടൽ വിട്ടില്ല. ഈ സീക്രട്ട് പോക്കറ്റ് എത്ര പേർക്ക് അറിയാം? എനിക്കറിയില്ല, പുതിയ തലമുറയ്ക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. സീക്രട്ട് പോക്കറ്റ് ഉണ്ടോ? നിങ്ങളുടെ പാൻസിൻ്റെ പാൻസാണോ ട്രൗസറാണോ എന്ന് പറയുന്നത് എനിക്കറിയില്ല. ഞാൻ പണ്ട് ഞാൻ ഇവിടെ പറയുന്നില്ല. ഓക്കെ, സോറി, ഇറ്റ്സ് ഓക്കെ. നമ്മൾ നാട്ടിൽ പോയ കാര്യമാണ്. ഓക്കെ, ഇവിടെ ചെറിയൊരു പോക്കറ്റ് എത്ര പേർക്ക് ഉണ്ടായിരുന്നോ പണ്ട്? ഒരു നമ്മൾ ഈ റെയ്മൻസ് ഒക്കെ തയ്ക്കുന്ന സമയത്തൊക്കെ ജീൻസിനുണ്ട്, ചില പോക്കറ്റ്സ് ഉണ്ട്. വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഈ ബെൽറ്റിൻ്റെ ബാക്കിൽ ഒരു പോക്കറ്റ് ഉണ്ട്. ദാറ്റ്സ് കോൾഡ് സീക്രട്ട് പോക്കറ്റ്. ദാറ്റ് മീൻസ് യു ക്യാൻ ഹൈഡ് സംതിങ് ദേ, നോബഡി വിൽ സീ. അവിടെയൊക്കെ ചിലർ, ഞാൻ പണ്ടൊക്കെ കോളേജിൽ പോയിക്കൊണ്ടിരുന്ന പോലെ ഞാൻ പൈസയൊക്കെ വെക്കുന്ന അവിടെ. കാരണം വെച്ചാൽ നമ്മൾ ഈ പോക്കറ്റ് വെച്ചുകൊണ്ടിരുന്ന ഈ അടിച്ചു മാറ്റാനായിട്ട് ആൾക്കാർ നിൽക്കുവാണല്ലോ. നമ്മുടെ ഈ ബാച്ചിലേഴ്സായിട്ടൊക്കെ നിൽക്കുമ്പോഴേ ആൾക്കാർ വന്ന് പോക്കറ്റ് ഇടാ, കയ്യിലുണ്ട് പൈസ, ഉണ്ട് പൈസ, ഇതാകുമ്പോൾ ആരും കാണത്തില്ല. അപ്പോൾ ഇതുപോലെ പുള്ളി സേവ് ചെയ്തു, വല വിട്ടു. ദൈവം അതിനു വേണ്ടി മാറ്റി വെച്ചു. ഇത് രാത്രി കർത്താവ് പറയുക, ചിലത് നമ്മൾ വെച്ചിട്ടുണ്ട്, പക്ഷെ അതിനൊരു സമയമുണ്ട്, ദൈവം പൊക്കും. കർത്താവ് പറഞ്ഞു, നിന്റെ കയ്യിലുള്ള, അങ്ങനെ ശരിക്കും ഞാൻ അർത്ഥം തന്നെ, നിന്റെ കയ്യിലുള്ളത് കൊണ്ടൊന്ന് നീ പോയി ഇട്ട് മീനങ്ങ് പിടിച്ചോളാൻ പറഞ്ഞു. നാം ചോദിച്ചതിലും അടുത്തത് പെട്ടെന്ന് വായിക്കുമ്പോൾ, പെട്ടെന്ന് സമയം പോയി, എനിക്ക് കുറച്ച് മിനിറ്റ് കൂടെ ഉള്ളൂ.
4 കോയിൻസ് മോളെ നിൽക്ക്, 4 കോയിൻസ് ആ മീനിൻ്റെ അകത്ത് കാണുമെങ്കിൽ ആ മീനിൻ്റെ സൈസ് എന്തുവാ പറഞ്ഞേ? Tell me, come on, speak up, Newcastle Church, Newcastle Christian Fellowship International, come on, speak. പറഞ്ഞാട്ടെ, നിങ്ങൾ ആരും പേടിച്ചിരിക്കാതെ. നിങ്ങൾ പറഞ്ഞ തെറ്റാണെങ്കിൽ തെറ്റാട്ടെ. 4 കോയിൻ വരുന്ന മീനാണെങ്കിൽ ചെറുതായിരിക്കുമോ? It should be big. നമ്മുടെ വാക്യം എന്തായിരുന്നു? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, പത്രോസിന്റെ ഉള്ളിലൊരു ചിന്തയുണ്ട്, കർത്താവ് എൻ്റെ കാര്യം എങ്ങനെയാ? നിന്റെ കാര്യം കൊടുക്കാം, ബട്ട് വാട്ട് അബൌട്ട് മീ? ചോദിക്കാൻ പറ്റത്തില്ല. കാരണം പല പ്രാവശ്യം പുള്ളിയോട് ചോദ്യം പുള്ളി പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഉള്ളതല്ല അവിടെ ഞാൻ കരുതിയിട്ടുണ്ടെന്ന്. അപ്പൊ ഇനിയും ചോദിച്ചാൽ വീണ്ടും ദ ആൻസർ വിൽ ബി ദ സെയിം. He didn't say anything. പക്ഷെ അവൻ്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടായിരുന്നു, എൻ്റെ കാര്യം എങ്ങനെയായിരിക്കും? ഞാൻ പാസ്റ്ററെ കണ്ടിട്ട് പാസ്റ്റർ പറയാം, പാസ്റ്ററെ എനിക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, ഫൈനാൻഷ്യലായിട്ടൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് ഒക്കെ പ്രയാസമൊക്കെ ഉണ്ടെന്ന് പാസ്റ്ററോട് പറയാമെന്ന് വിചാരിക്കുക. ഉണ്ടെന്നല്ല വിചാരിക്കുക, ടെൻഷൻ അടിക്കില്ലേ. എന്നിട്ട് പാസ്റ്റർ പെട്ടെന്ന്, പാസ്റ്റർ പിന്നെ ഇത്രയും വർഷത്തെ പഴക്കവും തഴക്കമൊക്കെ ഉള്ള ആളായതുകൊണ്ട് ഒത്തിരി പേരെ കണ്ടതുകൊണ്ട് പുള്ളി പെട്ടെന്ന് പറയും, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു വലിയൊരു ബില്ല്, ഗ്യാസ് ബില്ല് കഴിഞ്ഞ ആഴ്ച കയറി വന്നു, 500 pounds. പിന്നെ മൊബൈൽ ബില്ല് വന്നു, പിന്നെ ആ ബില്ല് ഈ ബില്ല് മറിച്ച ബില്ല് എല്ലാ ബിൽസും കൂടെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് എനിക്കൊരു തീരുമാനമായി, ഞാൻ ഇനി എൻ്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ വല്ല കോയിൻ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഞാനത് കൊടുത്തിട്ട് പോകുക, അല്ലാതെ വേറെ വഴിയില്ല. പ്രൈസ് ഗോഡ്. ഇത് തന്നെയായിരുന്നു പീറ്ററിൻ്റെ അവസ്ഥ. പക്ഷെ ഒരു കാര്യം ഓർക്കണേ, മനുഷ്യൻ പുറമേ ഉള്ളതാ കാണുന്നത്, നമ്മുടെ ഹൃദയത്തെ കാണുന്ന, നമ്മുടെ വേദനയെ കാണുന്ന, നമ്മുടെ ദുഃഖത്തെ കാണുന്ന, നമ്മുടെ ഞരക്കത്തെ കാണുന്ന. പലപ്പോഴും നമ്മൾ ചിരിക്കുന്നില്ലേ ആൾക്കാരുടെ മുമ്പിൽ? ബട്ട് ഹി വിൽ നെവർ ലുക്ക് അറ്റ് യുവർ ഫേസ്, ഹി ലുക്സ് അറ്റ് യുവർ ഹാർട്ട്. അതാ പറഞ്ഞത്. ആരോടാണെന്നറിയോ? ജെസ്സിയോട് പറഞ്ഞു. ജെസ്സിയുടെ വീട്ടിൽ ചെല്ലാൻ വേണ്ടി ഷമൂലിനോട് സാമുവൽ you go there, but don't look at the appearance of people's, the out appearance, but look at their heart. I'm after one person. ഞാൻ ഒരു വ്യക്തിക്ക് പിറകിലാണ്. പത്രോസിന്റെ വേദന കർത്താവ് അറിഞ്ഞു. കർത്താവ് പത്രോസിന് വേണ്ടി കരുതി. Praise God. ഇന്ന് രാത്രിയിൽ നമ്മൾ സേവിക്കുന്ന കർത്താവ് നമ്മളെ മറക്കുന്ന ദൈവമല്ല. He will never forget us. He will never forsake us. He is always with us. എപ്പോഴും നമ്മുടെ കൂടെയുള്ള നമ്മുടെ കർത്താവിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. I need to finish this. അപ്പം ഞാൻ ചോദിച്ച് എന്തോ ഇവിടെ പറഞ്ഞ എന്തോ 4 കോയിൻ എന്ന് വെച്ചാൽ 2 യേശുവിൻ്റെ 2 അവൻ്റെയും. അപ്പം നമ്മുടെ വാക്യം എങ്ങനെയായിരുന്നു മോനെ? നമ്മൾ ചോദിച്ചാലും അപ്പോൾ അതങ്ങോട്ടൊരു പൂർണ്ണത വരുന്നില്ല, ഒരു കംപ്ലീറ്റ്നെസ് വരുന്നില്ല, എന്തോ ലാക്കിയുന്നുണ്ട്. എന്തെന്നറിയോ? എന്താണേലും കോയിൻ എടുത്ത് വരുമ്പോഴത്തേക്ക് മീൻ എടുത്ത് കളയുമോ? മീനും കൊണ്ട് വീട്ടിൽ ചെന്നപ്പോൾ മദറിലോ ഷോക്കായി. എന്നുവെച്ചാൽ പീറ്റർ ഫിഷർമാൻ അല്ലെന്നോ? ഇന്നേ വരെ നമുക്കറിയാം, ഞാൻ കായംകുളം സൈഡായതുകൊണ്ട് ഞങ്ങൾക്ക് മീനിൻ്റെ ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ, ഞാൻ മീൻകാരനല്ല, പിന്നെ എനിക്ക് കാര്യങ്ങൾ അറിയാം, അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. സോ ദാറ്റ്സ് വാട്ട് ഐ എം സെയിങ്. പിന്നെ ഇങ്ങനെ ചെറിയ മീനുകളാണ് അവർ വീട്ടിൽ കൊണ്ടുവന്നത്. അങ്ങനെ ചെറിയ വലിയ മീൻ അവർ വിൽക്കും. പക്ഷേ ഈ ഒരു വലിയ മീനൊക്കെ പിടിച്ചുകൊണ്ട് പത്രോസ് വീട്ടിലേക്ക് ചെല്ലുക. മദറിലോ ഷോക്കായി. എടാ, നീ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഇനി ഒരു നെത്തോല് പോലും കിട്ടത്തില്ല, ഉണക്കമീൻ പോലും കിട്ടത്തില്ലെന്ന്. എടാ, ഇത്രയും വലിയ മീനുമൊക്കെ ആയിട്ട് വീട്ടിലിരുന്നു. അതൊക്കെ ഉണ്ടമ്മച്ചി. സ്തോത്രം. ചോദിച്ചതിലും നനച്ചതിലും അത്യുന്നതപരമായി ആ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ ദൈവസഭയ്ക്കകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. സഭയ്ക്കകത്ത് കടന്നു വരുമ്പോൾ നീ പ്രാർത്ഥിക്കണം. സഭയ്ക്കകത്ത് കടന്നു വരുമ്പോൾ നീ അവകാശം പറയണം. കാരണം സഭയ്ക്ക് ഭയങ്കര ശക്തിയുണ്ട്. അവൻ്റെ ശരീരമാണ് സഭ. പ്രൈസ് ഗോഡ്. സഭയ്ക്കകത്ത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സഭ കൽപ്പിച്ചാൽ അത് സംഭവിക്കും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കത്തില്ല. നാം ചോദിച്ചതിലും നനച്ചതിലും ഇന്ന് രാത്രി സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവസാന്നിധ്യത്തിൻ്റെ നടുവിൽ മിണ്ടാതെ നിൽക്കാതെ, ഒരു വേർഷിപ്പ് ലീഡർ നിങ്ങളെ പുഷ് ചെയ്യാതെ, ആരും പറയാതെ പരിസരം മറന്നുകൊണ്ട് നിങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ ആരാധനയുടെ നടുവിൽ ഇറങ്ങുന്ന ദൈവസാന്നിധ്യം നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരും. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ചേർന്നുകൊണ്ട് come on, put your hands together and worship him for some time. കരങ്ങളെ അടിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ.
നിനക്ക് വേണ്ടി ചിലത് വലിച്ചിടുന്ന വൈകുന്നേരമെന്ന് ആത്മാവ് പറയുകയാണ്. നീ പറക്കുവാൻ പോകുകയാണ്, നീ ഒതുങ്ങിയിരിക്കുവാൻ പോകുകയല്ല, നീ പുറത്തു വരാൻ പോകുന്ന ദൈവത്തിന് ആത്മാവ് പറയുക. ചില ഫേവർ ചിലർക്ക് വേണ്ടി ആത്മാവ് ഒരുക്കുന്ന രാത്രികാലമാണെന്ന് ആത്മാവ് പറയുന്നു. നാളുകളായിട്ട് നീ പ്രാർത്ഥിക്കുന്നു, നാളുകളായിട്ട് നീ ഫാസ്റ്റ് ചെയ്യുന്നു, നാളുകളായിട്ട് നീ ആരോടും പറയാത്ത വിഷയത്താൽ നീ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. But tonight the Holy Spirit is saying, I am going to touch, I am going to do a miracle in Jesus' name. ജീബ ഹാൽമോസ് വിളിച്ചു പറഞ്ഞു. അന്തരീക്ഷം തുറക്കപ്പെടുകയാണ്, ആത്മാവിടെ ചിലത് ചെയ്യുകയാണ്. ഇന്ന് രാത്രിയിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കും അത് അടച്ചു വെക്കുവാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് ആർക്കും തടയാൻ പറ്റത്തില്ല. ചിലരുടെ ജീവിതത്തിൽ ഇന്ന് രാത്രികാലം അത്ഭുതം നടക്കാൻ പോകുന്നു. ചിലരുടെ ജീവിതത്തിൽ ചില സാക്ഷ്യങ്ങൾ വരാൻ പോവുകയാണ്, ചില മുന്നേറ്റങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ഇരിക്കത്തില്ല. ഓ യേശുവിൻ നാമത്തിൽ എല്ലാ നെഗറ്റീവ് വാക്കുകളും ഞാൻ ക്യാൻസൽ ചെയ്യുക. Every negative word I rebuke that in Jesus' mighty name. അതേ സ്വത്രം പോസിറ്റീവ് ഈ ദിവസങ്ങളിൽ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, നീ അത് ചെയ്യാൻ പോകുന്ന കൃപയ്ക്കായി നന്ദി പറയുക. ഹല്ലേലൂയ. ചില മിനിറ്റുകൾ മാത്രം നാം ചോദിച്ചതിലും നനച്ചതിലും ഇന്ന് വീട്ടിൽ പോയി മെഡിറ്റേറ്റ് ചെയ്യുവോ? വചനം മെഡിറ്റേറ്റ് ചെയ്യണം. Because there is power in the word. Praise God. ഞാൻ എപ്പോഴും ആൾക്കാരോട് പറയുന്നൊരു കാര്യമാണ്, when you give space for the word to work, വചനത്തിന് പ്രവർത്തിക്കാൻ വേണ്ടി നമ്മുടെ സ്ഥലം ഇടം കൊടുത്താൽ അത് പ്രവർത്തിക്കാൻ തുടങ്ങും. ആ പ്രവൃത്തിയെ തടയുവാൻ ആർക്കും കഴിയത്തില്ല. ഇല്ലാത്തതിനെ ഉളവാക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. വചനത്തിന് ക്രിയേറ്റീവ് മിറക്കിൾ ചെയ്യാൻ പറ്റും. വചനത്തിന് ചെയ്യാൻ പറ്റാത്തത് ഒന്നുമില്ല, വചനത്തിന് ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ കർത്താവ് നമ്മെ ഓരോരുത്തരെ സഹായിക്കട്ടെ. ചില മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺസണിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ ഈ സമയത്ത് വേർതിരിക്കുകയാണ്. അതിന് മുമ്പായിട്ട് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നല്ലോ. ഐ എം സോ ഹാപ്പി ആൻഡ് സോ ഗ്ലാഡ് ടു സീ ദാറ്റ് ദ കമ്മിറ്റ്മെൻറ്റ് യു ഹാവ് ടേക്കൻ. ഇവിടെ വന്ന് മീറ്റിംഗ് നടത്തുകയും ഇറ്റ്സ് നോട്ട് ഈസി അറ്റ് ഓൾ ടു റൺ എ ചർച്ച്, അനദർ ചർച്ച് ആൻഡ് ലുക്ക് ആഫ്റ്റർ ദിസ് ചർച്ച് ആൻഡ് മെനി മിനിസ്ട്രി. I'm also involved in many ministries, so I know the burdens you carry. As a church, can I request that you pray and support them in every way? കാരണം ഒരിക്കലും ഒരു ഈസി ആയിട്ടുള്ള കാര്യമല്ല. God has placed him here, God has set him here, and I believe that the church will grow when the church start blessing the man of God God has placed above you. നിങ്ങളത് പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ അതിനുവേണ്ടി നിങ്ങൾ നിൽക്കുമ്പോൾ നിശ്ചയമായിട്ട് കർത്താവിന് വൻ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇന്നത്തെ അവിടെ നടന്ന മിനിസ്ട്രി, it was a real blessing to me to be a part of it, to see what God was doing in their life. I believe that this is just a start. Many things are going to happen, many ministries are going to open, many churches are going to open, and I believe that tonight also Holy Spirit is in action. So shall we all pray together for